നമ്മുടെ ഗോവിന്ദ് ഒടുവിൽ ആ ഒരു പ്രിയമോളുടെ കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ കാണാൻ ആശയടക്കാൻ സഹിക്കാൻ വയ്യാതെ അങ്ങോട്ട് ചെന്ന് ആ ഒരു പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയും കുഞ്ഞിനെ കാണുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു രംഗമായിട്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ അടുത്തുണ്ടാവില്ല, തൊട്ടിലിൽ കിടന്ന് കരയുന്ന നേരത്താവും നമ്മുടെ ഗോവിന്ദ് അവിടെ എത്തുന്നത്. ശേഷം നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുകയും നമ്മുടെ ഗോവിന്ദിനെ കുറേ ഇട്ടടിക്കുന്നുണ്ട് വടിയും കൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ ഒരു പരിഭവം കൂടാതെ ആ ഒരു അടിയൊക്കെ കൊള്ളുന്നുണ്ട്. കുഞ്ഞിനെ കാണാൻ വേണ്ടിയാണല്ലോ താൻ ഈ അടിയെല്ലാം കൊള്ളുന്നത് എന്നോർത്ത് സന്തോഷത്തിലായിട്ട് നമ്മുടെ ഗോവിന്ദ്. അതിനുശേഷം നമ്മുടെ പ്രിയമോള്, നമ്മുടെ അറയ്ക്കൽ വീട്ടിൽ നമ്മുടെ പ്രിയമോൾ ഭയങ്കര സങ്കടത്തിലാട്ടോ. അപ്പോൾ നമ്മുടെ രേഖ പറയുന്നുണ്ട് ഗീതുവിനെ കാണാത്തതിൻ്റെ സങ്കടമാണ് പ്രിയമോൾക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ രാധിക പറയുന്നുണ്ട് ഇല്ല, അവൾക്കതൊന്നുമല്ല, അവളുടെ കുഞ്ഞ് വല്ല വീട്ടിലും ആയിപ്പോയതിൻ്റെ സങ്കടമാണ്, നിനക്കെന്താ അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേഖയെ കുറേ വഴക്ക് പറയുന്ന ഒരു രംഗം കേട്ടോ കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് നമ്മുടെ ഗീതുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകട്ടോ. എന്നിട്ട് ഗീതു ഇങ്ങനെ കുറേ കളിയാക്കുന്നുണ്ട്. വല്ലയിടത്തൊന്നും അടി മേടിച്ച് കൂട്ടി വന്നിരിക്കുകയാണല്ലേ, പേടിത്തൊണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു കളിയാക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് നീ എന്നെ അങ്ങനെ പേടിത്തൊണ്ടെന്നൊന്നും പറയരുത്, ഞാൻ എൻ്റെ ആ ഒരു പ്രിയമോളുടെ കുഞ്ഞിനെ കാണാൻ ഒരു ആശയടക്കാൻ വയ്യാതെ ഞാൻ ആ കുഞ്ഞിനെ കാണാൻ പോയത്, പക്ഷേ അവരുടെ കയ്യിൽ നിന്നും കിട്ടിയ അടിയാണ്, എന്നെ വെറുതെ ധൈര്യമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയുന്നൊരു രംഗം കേട്ടോ നമുക്കിന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ എത്ര ദിവസം പ്രേക്ഷകർ കാത്തിരിക്കേണ്ടി വരുമോ? പ്രിയമോൾ കുറേ നാൾ പ്രസവിക്കാൻ കാത്തിരുന്ന അവസാനം ഇങ്ങനത്തെ ഒരു ദുരന്തത്തിലൂടെയാണ് കൊച്ചു പുറത്തു വന്നത്. ഇനി ഈ ഒരു DNA റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർ എത്ര മാസത്തോളം കാത്തിരിക്കേണ്ടി വരുമോ എന്നൊക്കെ അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.